ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത് അമ്പലത്തിലേക്കാണ്. കുറച്ച് ദിവസമായി ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടെങ്കിലും ഇപ്പോഴാണ് എനിക്കിടാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് അടുത്ത അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസത്തെ പൂജ ഞങ്ങളുടെ വകയായിട്ടുണ്ടായിരുന്നു. ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ മാമനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകിട്ടത്തെ പൂജയ്ക്കാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. മാമൻ ഓൾറെഡി അവിടെ ഉണ്ട്. ഞങ്ങൾ പിന്നെ പൂജയ്ക്ക് ചെന്നു. അവിടെ ചെന്ന് അർച്ചനയൊക്കെ എഴുതി. അപ്പോഴത്തേക്ക് തിരക്ക് കുറവായിരുന്നു. നല്ല മഴയൊക്കെ പെയ്ത് തുറന്നതുകൊണ്ട് തിരക്ക് അപ്പോൾ കുറവായിരുന്നു. അതിനുശേഷം നമ്മൾ പോയി തൊഴുത് ആർക്കും നമ്മുടെ ഈ ചുറ്റുവിളക്ക് കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിക്കാനായിട്ടൊക്കെ കൂടി. പണ്ടത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ അമ്പലത്തിനും ചുറ്റുവിളക്ക് കത്തിക്കണം എന്നുള്ളത്. പക്ഷെ അന്ന് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതിനുള്ള സാഹചര്യം എത്തുന്നപ്പോൾ ഞാൻ കത്തിച്ചു. ഈ പോകുന്നതൊക്കെ നമ്മുടെ കൈകൊട്ടി കളിക്കുള്ള ഒരുങ്ങി വന്ന ആൾക്കാരാണ് കേട്ടോ. ഈ ദീപാവലി കഴിഞ്ഞ ഉടനെ കൈകൊട്ടി കളിയാണ്. പിന്നെ പാപ്പുദാ ഈ അരിച്ചാക്കിൻ്റെ മണ്ടയിലൊക്കെ പോയി വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട്. ആ അമ്മൂമ്മയോടും അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് മൊത്തവും എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ ഭാഷയിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കൈകൊട്ടി കളി കാണാനാണ്. ഈ കളി ഇത് നമ്മുടെ അവിടുത്തെ ആൾക്കാരുടെയാണ് കേട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഒരെണ്ണം എനിക്ക് നേരെ പോയി കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് പാപ്പുവിൻ്റെ കോള് മാറി. മണിക്കുട്ടിയൊക്കെ വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം അവരുടെ കയ്യിൽ ഇരുന്നെങ്കിലും പിന്നെ പാപ്പൂസിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെയും കൊണ്ട് കുറച്ച് മാറിയിരുന്ന്. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. പിന്നെ അച്ഛൻ്റെ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരുന്നു. മാമൻ്റെ കൂടെയൊക്കെ പോയി കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിരുത്തി. പിന്നെ നമ്മൾ നേരെ വീണ്ടും അമ്പലത്തിനകത്ത് കയറി ലാസ്റ്റ് ദീപാരാധനയും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയും. ഓക്കെ, ബൈ, ടാറ്റാ.